എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചളഞ്ഞു. ഫാബുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. അദ്ദേഹം ബിഗ് ബോസിലെ ആദ്യത്തെ ബിഗ് ബോസ് സീസൺ 1 മത്സരാർത്ഥിയായിരുന്നു. അദ്ദേഹം കപ്പും കൊണ്ട് പോവുകയും ചെയ്തു. നമ്മുടെ പേളിമണിയെ തോപ്പിച്ച് ഫാബുമോൻ കപ്പും കൊണ്ട് പോയി. അതിനൊക്കെ ഒത്തിരി കഥകളുണ്ട്, നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഫാബുമോൻ്റെ കാര്യം പറയാൻ ഉള്ളത് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഫാബുമോൻ നമ്മുടെ ആറാട്ടണ്ണനെ എല്ലാവർക്കും അറിയാൻ പോകും. എനിക്ക് തോന്നുന്നു ഫാബുമോനെ അറിയുന്നതിൽ കൂടുതൽ ആറാട്ടണ്ണനെ ഒരു പക്ഷേ എല്ലാവർക്കും പരിചയം കാണും. പാവം പിടിച്ചൊരു മനുഷ്യൻ. പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമാനായൊരു മനുഷ്യൻ ആണ് ഈ ആറാട്ടണ്ണൻ. അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ സാധാരണ കേസിൽ സാധാരണക്കാരനായൊരു മനുഷ്യനെ ഇങ്ങനെ ചാനലുകളിൽ ഈ തിയേറ്ററിലൊക്കെ പോയി റിവ്യൂ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ പുള്ളിക്ക് പ്രത്യേകമായ രീതിയിലേക്ക് പുള്ളിയെ ചില ചാനലുകാർ തന്നെ പുള്ളിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിയെ വിറ്റ് കാശാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓളം തന്നെ ചില തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ റിവ്യൂ നടത്തുന്നവരുടെ പ്രളയമാണ്. ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ സൈസ് സാധനങ്ങളാണ് വരുന്നതെന്നറിയാം. നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പം ആറാട്ടണ്ണൻ പുള്ളിയെ സംബന്ധിച്ച് വെറും പാവം പിടിച്ചൊരു മനുഷ്യനാണ്. ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പുള്ളി പറയുന്നെങ്കിലും പലപ്പോഴും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ചിലപ്പം വേറെ ലെവൽ സംസാരിക്കുന്നത് കാണാം. ഏതായാലും ആറാട്ടണ്ണനെ പറ്റിയാണ് ഫാബുമോൻ പറയുന്നത്. എൻ്റെ ശരീരത്തെങ്ങാനും തൊട്ടിരുന്നെങ്കിൽ ചെവിക്കല്ല് തീർത്ത് ഞാൻ തല്ലിയേനെ. പറയാൻ മാഫൊക്കെയാണ്, കേൾക്കുന്നവർക്കും ഭയങ്കര മാഫാണ് അല്ലേ. പക്ഷേ ഈ ഫാബുമോന് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ്, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതിനൊക്കെ മുമ്പ് വേറെ ഒരു മുഖം ഉണ്ടായിരുന്നു. തരികിട ഫാബു എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് തരികിട ഫാബു ആയിട്ട് പുള്ളി നടത്തിയ ചില പ്രകടനങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ആദ്യമേ പുള്ളി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കൊന്ന് കേൾക്കാം. ഫാബുമോൻ ആറാട്ടണ്ണനെ പറ്റി പറഞ്ഞത്. ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ. അവൻ ഒരു ദിവസമേ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ നിന്ന് കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയപ്പോൾ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവൻ്റെ. അപ്പോൾ നന്ദു ചേട്ടൻ എടുത്ത് പറഞ്ഞു, എടാ ഞാനും വല്ലോ അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് കൊല്ല. എടാ അത് വേറൊരു ലോകമാണ്, ഞാൻ എന്തോ ചെയ്യാന് എന്ന് ചോദിച്ചു. എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചളഞ്ഞു. ഈ ചെവിക്കല്ല് തീർത്തടിക്കും എന്നുള്ളത് പുള്ളിയുടെ ഒരു മാസ് ഡയലോഗാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ബിഗ് ബോസ് വെച്ച് ഇതും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതേ ഡയലോഗ് തന്നെയാണ് ബിഗ് ബോസ് വെച്ച് പുള്ളി ഈ തല്ലാനെന്ന് പറയുന്നത്. ഞാനെപ്പോഴും ആലോചിക്കുന്നുണ്ട്, തല്ലെന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഏതവനും ചെയ്യുന്ന കാര്യമല്ലേ. പാവപ്പെട്ട ഒരു മനുഷ്യനെ തല്ലുക എന്ന് പറയുന്നത്, അവനേക്കാൾ ആരോഗ്യമില്ലെന്ന് അവന് തോന്നലുണ്ടാകുന്ന വ്യക്തിയെ മാത്രമേ നമുക്ക് തല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്നേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരാളെ പോയി നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ ഫാബുമോനുള്ള പ്രശ്നമെന്ന് പറയുന്നത് ബിഗ് ബോസ് വെച്ച് സ്ത്രീകളോടായിരുന്നു ഫാബുമോൻ്റെ പരാക്രമം. ഇപ്പം പാവപ്പെട്ട ആയിക്കട്ടെ, ഏതായാലും വാക്കുകൾ കൊണ്ട് പറയുമല്ലേ. ഫാബുമോൻ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ലേ. നമുക്ക് അന്ന് ഫാബുമോൻ ഇത് തന്നെ ഈ ഡയലോഗ് തന്നെ ഇതിനകത്തും ബിഗ് ബോസ് വെച്ചും പറഞ്ഞു. അത് നമ്മൾ ഭയങ്കര മാഫായിട്ട് ഡയലോഗ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴൊക്കെ പറയത്തില്ലേ, തല്ലിനും കൊല്ലിനും ഒക്കെ പേരുകെട്ട തറവാടാണ് എൻ്റെ, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരം ഈ വാക്കുകളിൽ ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഏതായാലും നന്ദു എന്ന് പറയുന്ന മനുഷ്യൻ്റെ പുറകിൽ തട്ടിയെന്നാണ് പറയുന്നത്. ആറാട്ടെണ്ണം പൊതുവെ എല്ലാവരെയും. അപ്പോൾ ഞാനെങ്ങാനും അതിന് പുറത്ത് തട്ടിക്കഴിഞ്ഞാൽ കർണം തീർത്ത് തല്ലി എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ ഈ ഫാബുമോൻ ഈ ആറാട്ടണ്ണനെ പറ്റി മാനസികമായൊരു വൈകല്യം, എന്തോ ഒരു വ്യക്തിയാണ്
ആറാട്ടണ്ണൻ സാധാരണ രീതിയിലുള്ള വ്യക്തിയല്ല എന്നൊക്കെ പറയുന്നു. എന്ത് കഷ്ടമാണ്. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി അവന് മാനസിക വൈകല്യം ഉള്ളവനാണെന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രൂരമായ മനസ്സ്. അവനെങ്ങനെ ആയിക്കോട്ടെ, ആറാട്ടണ്ണനിലെ എല്ലാ ചെയ്തികളും ഞാൻ അംഗീകരിക്കുന്നൊന്നുമില്ല. എല്ലാ ചെയ്തികളെയല്ല, മിക്കവാറും ചെയ്തികളെയൊന്നും നമുക്ക് അംഗീകരിക്കാം. ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പുള്ളിയുടെ ഇഷ്ടം ഇതായിരിക്കാം, ഓരോക്ക് ഓരോ ഭാഷയാണ്. ഇപ്പം സാബു എന്ന് പറയുന്ന വ്യക്തിക്ക് ഗൾഫിലെങ്ങാണ്ടും ജോലി ഉള്ളതായിട്ടാണ് എനിക്കറിയാൻ പറ്റുക. എന്നിട്ട് ആ ജോലി വേണ്ടാന്ന് വെച്ചാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അപ്പം പുള്ളിയുടെ ഒരു ഫാഷനാണത്. അതുപോലെ ആറാട്ടണ്ണൻ്റെ ഫാഷനായിരിക്കും ഇത്. ഈ ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടുകയും റിവ്യൂ ഒക്കെ ചെയ്ത് പുള്ളി സാമ്പത്തികമായിട്ട് പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു വ്യക്തി ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ബാക്കിയും കൂടെ സാബുമോൻ പറഞ്ഞ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളന്, ഈസ് മെന്റലി അൺസ്റ്റേബിൾ, ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പോവുകയാണ്. അത് നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടന്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവറ് ആണ്. എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനമാണ് സ്പേസ് കയറി കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്പേസ് കയറി കളിച്ചിട്ടുള്ള ഒരു വ്യക്തി സാബുമോൻ തരികിടയാണത്. അദ്ദേഹം തരികിട എന്ന് പറഞ്ഞ ഒരു TV പരിപാടിയിലൂടെയാണ് പ്രസ്തുതനാകുന്നത്. തരികിട സാബു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പറയാതെ ഇടിച്ചു കയറി അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും അവസാനം ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഈ തരികിട. അതിൻ്റെ അവതാരകനാണ് ഇതിപ്പോൾ ഇന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ചെവിക്കല്ല് തീർത്ത് തല്ലണം. ഇത് വാക്കും പ്രവൃത്തിയും തന്നെ ഒത്തിരി അന്തരമുണ്ടല്ലേ. അപ്പോൾ ഒരു TV പരിപാടിക്കാണെങ്കിലും മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിലേക്കാണ് ഈ പുള്ളി ഇടിച്ചു കയറുന്നത്. എന്നിട്ടതൊരു പ്രാങ്കാണ്, തരികിടയാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതിലൂടെയാണ് ഈ സാബുമോൻ വളർന്നു വന്നത്. അപ്പം എൻ്റെ സാബുമോനെ വന്ന വഴി മറക്കാൻ പാടില്ല. അത് ഏതൊക്കെ പറഞ്ഞാലും വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളത് ഇത് കുറച്ച് ദിവസമായിട്ട് ഈ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പലയിടത്തും എനിക്ക് തോന്നുന്നു മന്ത്രി ശിവൻകുട്ടി തന്നെ തുടർന്ന് വെച്ചൊരു സാധനമാണ്. ഞാനും ഇത് കടമെടുക്കുകയാണ്. വന്ന വഴി മറക്കരുത് സാബുമോനെ. ഇപ്പം ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് തങ്ങളിൽ അത്രയും കഴിവോ ബുദ്ധിയോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. തങ്ങളാണെങ്കിൽ ജീവിതത്തിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനായ ഏറ്റവും വലിയ ധൈര്യശാലിയായ വ്യക്തിയായിരിക്കും. എല്ലാ മനുഷ്യനെയും പുള്ളി നിങ്ങൾക്ക് ഒന്ന് തല്ലാൻ തോന്നും. നിങ്ങൾ ചെവിക്കല്ല് തീർത്ത് തല്ലുകയും ചെയ്യും. എനിക്കറിയില്ല ഇത് ജീവിതത്തിൽ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് ഉറപ്പുണ്ട്, തല്ലിയാലും തന്നേക്കാൾ ആരോഗ്യമായിട്ട് നാടെ നിൽക്കുന്നവരോട് പുള്ളി കളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിവരം അറിയും. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബായ്.